ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വളരെ പ്രത്യക്ഷമായി തിരിച്ചറിയാവുന്നതുപോലെ മുൻപൊരിക്കലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നെ ഇപ്രകാരം അവതരിപ്പിച്ചിട്ടില്ല. തലയിൽ വളരെ ശ്രദ്ധേയമായ ഒരു അലങ്കാരത്തോടു കൂടെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്രകാരമായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കാൻ ഇടയായത് എന്ന് ഈ വീഡിയോയിൽ സാന്ദർഭികമായി ഞാൻ വെളിപ്പെടുത്തും. തൽക്കാലം അതിന് മുതിരാതെ നമുക്ക് ഏവർക്കും ഒന്നുപോലെ ആത്മീയ വർധനവ് നൽകുവാൻ തികച്ചും സഹായിക്കുന്ന പരിശുദ്ധ മാത്യൂസ് തൃതീയൻ ബാവ, മലയാളത്തിൽ പറഞ്ഞാൽ മത്തായി മൂന്നാമൻ ബാവയുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെ അതേപടി ഒപ്പിയെടുത്ത് മലയാളത്തിലാക്കിയാൽ എങ്ങനെയായിരിക്കും? അതുപോലെയുള്ള ഒരു പ്രസംഗത്തിൻ്റെ 1.5 മിനിറ്റുകൾ കേട്ട ശേഷം അത് സംബന്ധമായി ഇന്നലെ അതിനോടനുബന്ധമായി വന്ന ഒരു വാർത്ത കൂടെ കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുക എന്നാണ് ഉദ്ദേശം. കൊണ്ട് അതിന് താമസിയാതെ ആമുഖത്തിന് സമയം മാറ്റിവെക്കാതെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളെ ലോകമെല്ലാം അറിഞ്ഞിരിക്കേണ്ടതായ സത്യമാണ്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ, മലങ്കര സഭയുടെ ഭരണഘടനയ്ക്കും സ്വാതന്ത്ര്യത്തിനും വിപരീതമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന അനേകരെയും മലങ്കര സഭയ്ക്ക് അറിയാം. പക്ഷേ മലങ്കര സഭയ്ക്ക് ആരോടും പരാതിയില്ല. സഭ ഏതെല്ലാം തരത്തിലുള്ള തീക്കകത്തൂടെ പോയില്ല. എന്നാലും ഒരു കാര്യം വ്യക്തമാണ്, കുന്തമേറ്റ് രക്തസാക്ഷിയായി തീർന്ന മാർത്തോമാ ശ്ലീഹായുടെ നസ്രാണി പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സജീവമായ സഭയാണ് മലങ്കര സഭ. അത് മറന്നുപോകരുത്. മലങ്കര സഭയുടെ 34 ഭരണഘടന കൊണ്ട് ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരൊറ്റ പള്ളി പോലും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിനേതറ്റം വരെയും മരണം വരെയും ഞങ്ങൾ പോരാടുമെന്നുള്ളതിനെ ആവശ്യം. ഇനി ഇവിടെ ഇദ്ദേഹം പറയുന്നത്, പണ്ട് മാർത്തോമാ ശ്ലീഹായ്ക്ക് കുന്തമേറ്റു എന്നാണ് പറയുന്നത്. ആ കുന്തമേറ്റതിൻ്റെ പാരമ്പര്യം ഞങ്ങൾക്കാണ്. അന്ന് തോമാസ് ശ്ലീഹായ്ക്ക് ഏറ്റ കുന്തം ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈവിരലിൽ ഇങ്ങനെ നിൽക്കുക. ഇപ്പോഴത്തെ കുന്തം ഇതാണ്. ആ കുന്തവും പൊക്കിക്കൊണ്ടാണ് പരിശുദ്ധ ബാവ തിരുമേനി താക്കീത് നൽകുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒരു പള്ളിയും വിട്ടുകൊടുക്കത്തില്ല, എൻ്റെ കയ്യിൽ കുന്തമുണ്ട്. ഇതാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നത്, സഭയ്ക്ക് ഇങ്ങനെ കിട്ടിയ വലിയ ലോട്ടറി, സഹോദരി സഭ യാക്കോബ സഭയുടെ 1000-ൽ പരം പള്ളികളും സംബന്ധമായ വസ്തുക്കളും സ്ഥാപനങ്ങളും ഒറ്റയടിക്ക് ചാകര പോലെ ഈ പരിശുദ്ധന്റെ മടിയിൽ വീണപ്പോൾ അത് വിട്ടുകൊടുക്കത്തില്ല. അത് സംരക്ഷിക്കാനായിട്ട് ഏത് അറ്റം വരെയും പോകും. അപ്പൊ ആദ്യം കുന്തമാണ്, പിന്നെ അറ്റമാണ്. ഈ അറ്റം വരെ പോകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് യഹൂദന്മാരെയാണ്. അവരറ്റം വരെ പോകുമ്പോഴാണ് മറ്റേ കർമ്മം ചെയ്യുന്നത്. നമുക്കറിയാം, പരിച്ഛേദന അല്ലെങ്കിൽ സർക്കംസിഷൻ. അത് അറ്റത്ത് പോയിട്ടാണ് അവരുടേതായ എരിവ് കാണിക്കുന്ന ആ പരിപാടി നടത്തുന്നത്. അപ്പോൾ സാധാരണ ഒരു സാഹചര്യത്തിലും ഓർത്തഡോക്സ് നേതാക്കന്മാരോ വിശ്വാസികളോ ചെയ്യാത്ത വിധത്തിൽ അറ്റത്ത് പോയി പുള്ളി ഒരു പഴി കാണിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ സൂക്ഷിക്കണം. അപ്പോൾ ഇനിയും എനിക്ക് തോന്നുന്നത്, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓർത്തഡോക്സുകാരായ എല്ലാവരുടെയും അറ്റം സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ പോക്കാണ്. ഇതാണ് എനിക്ക് മനസ്സിലാകാനിടയായിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു വീഡിയോ കൂടെ കാണാം. അത് ഏറ്റെടുത്ത് നൽകണമെന്ന ഹർജിയിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് തിരിച്ചടി. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന ഉത്തരവാണ് റദ്ദാക്കിയത്. 2017 സുപ്രീം കോടതി വിധി അതുമായി ബന്ധപ്പെട്ട 3 പള്ളികൾക്ക് മാത്രം ബാധകമാണെന്നും പള്ളികളിൽ ക്രമസമാധാന പ്രശ്നം തുടർച്ചയായി ഉണ്ടായാൽ പോലീസ് സംരക്ഷണം മാത്രം അനുവദിക്കാമെന്നുമാണ് കോടതി പറഞ്ഞത്. വിവരങ്ങളുമായി ടിറ്റോ തങ്കച്ചൻ ചേരുന്നുണ്ട്.
ടിറ്റോ, ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുകയാണ്. യാക്കോബായ സഭയുടെ കൈവശമുള്ള 6 പള്ളികൾ ഏറ്റെടുത്ത് നൽകണമെന്ന ഹർജിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? രമ്യ പറഞ്ഞതുപോലെ തന്നെ ഈ മലങ്കര സഭാ തർക്കത്തിന് വളരെ നിർണായകമായ ഒരു വിധിയായിട്ട് വേണം ഇന്നത്തെ വിധിയെ കാണാൻ. കാരണം 6 പള്ളികളുടെ കേസിലാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ മഴുവന്നൂർ സെന്റ് തോമസ്, അതുപോലെ ഓടക്കാലി സെന്റ് മേരീസ്, പുളിന്താനം സെന്റ് ജോർജ്, ഈ 3 പള്ളികൾ എറണാകുളം ജില്ലയിലാണുള്ളത്. അതുപോലെ പാലക്കാട് ജില്ലയിലെ ചെറുകുന്നം സെന്റ് തോമസ്, മംഗലം ഡാം സെന്റ് മേരീസ്, ഇരിക്കുംചിറ സെന്റ് മേരീസ്, ഈ പള്ളികൾ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ഇതിന്റെ ഒരു ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കത്തിൽപ്പെട്ട പള്ളികളാണിവ. ഇതിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി 1934 ഭരണഘടന പ്രകാരമാണ് മലങ്കര സഭയിലെ പള്ളികൾ ഭരിക്കപ്പെടേണ്ടത് എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അത് പ്രകാരമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ 6 പള്ളികളും നിലവിൽ യാക്കോബായ വിഭാഗത്തിന്റെ കയ്യിലാണ്. അത് തങ്ങളുടെ വിഭാഗത്തിലേക്ക്, അതായത് തങ്ങളുടെ ഭരണത്തിലേക്ക് മാറ്റത്തക്കവണ്ണമുള്ള ക്രമീകരണം സർക്കാർ ചെയ്യണമെന്ന് ഓർത്തഡോക്സ് സഭ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ പള്ളികൾ ഏറ്റെടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധങ്ങളുടെ ഫലമായിട്ട് പള്ളികൾ ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സർക്കാരിനുണ്ടായി. അപ്പോൾ കോടതി അലക്ഷ്യ ഹർജിയുമായി ഓർത്തഡോക്സ് സഭ ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. കാരണം സുപ്രീം കോടതി വിധിയുണ്ട്, ഈ പള്ളികളൊക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഭരണം അവിടെ നിലനിൽക്കുന്ന രീതിയിൽ ഏറ്റെടുക്കണം എന്ന തരത്തിലുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അത് സർക്കാർ ചെയ്യുന്നില്ല എന്ന് കാട്ടി കോടതി അലക്ഷ്യ ഹർജി ഓർത്തഡോക്സ് സഭ സമർപ്പിച്ചു. അതിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ആദ്യം തന്നെ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഈ പള്ളികൾ ഏറ്റെടുത്ത് മറുവിഭാഗത്തിന്, അതായത് ഓർത്തഡോക്സുകാർക്ക് കൈമാറണം എന്നുള്ളൊരു വിധി ആദ്യമേ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. എന്നാൽ അതിനെ എതിർത്ത് യാക്കോബായ സഭയും സർക്കാരും അപ്പീലിന് പോയിരുന്നു. എന്നാൽ ഡിവിഷൻ ബെഞ്ചും ഈ പള്ളികൾ ഏറ്റെടുക്കണം എന്ന ഒരു ഉത്തരവാണ് ആദ്യം പുറപ്പെടുവിച്ചത്. എന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സർക്കാർ സുപ്രീം കോടതിയിലേക്ക് ഈ വിഷയവുമായി പോവുകയായിരുന്നു. ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും അതിൽ കക്ഷി ചേർന്നു. അതിനുശേഷം വിശദമായി കോടതി ഈ വിഷയങ്ങൾ പഠിച്ച ശേഷമാണ് ഇത് വീണ്ടും, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് ഈ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ കേരളത്തിൽ എത്ര പേരുണ്ട്, ഓരോ സ്ഥലങ്ങളിലും, ഓരോ ജില്ലകളിലും, ഓരോ പ്രദേശങ്ങളിലും ഇവർ എത്ര അംഗങ്ങളുണ്ട് തുടങ്ങിയ കണക്കുകളൊക്കെ സമർപ്പിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. അങ്ങനെ കണക്കുകൾ ഉൾപ്പെടെ സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഈ കേസ് വീണ്ടും സുപ്രീം കോടതി ഹൈക്കോടതിയിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. ഇത് വിശദമായ വാദം കേട്ട ശേഷം ഹൈക്കോടതി ഇതിനൊരു ഉത്തരവ് പറയണം എന്ന ഒരു നിർദ്ദേശത്തോടു കൂടി സുപ്രീം കോടതിയിൽ നിന്ന് ഈ കേസ് തിരികെ ഹൈക്കോടതിയിലേക്ക് വീണ്ടും വരികയായിരുന്നു. ഈ വിഷയത്തിലാണ് സുപ്രീം കോടതി ഹൈക്കോടതി പല ഫാക്ടുകൾ കൂടി വെച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ കൂടി വെച്ചുള്ള വീണ്ടും വാദമൊക്കെ കേട്ടത്. അതിനുശേഷമാണ് ഇതിനകത്ത് ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അന്ന് തന്നെ ഈ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ തന്നെ സുപ്രീം കോടതി ചോദിച്ചിരുന്നു, മതപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പോലീസിനെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെയൊക്കെ മതപരമായ കാര്യങ്ങളിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് പരിമിതികളില്ലേ, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ അന്ന് തന്നെ സുപ്രീം കോടതി ഉന്നയിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലും മറ്റുമാണ് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചത്. ഇതിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ 6 പള്ളികൾ ഏറ്റെടുത്ത് യാക്കോബായ സഭയുടെ കയ്യിൽ ഇരിക്കുന്ന ഈ 6 പള്ളികൾ ഏറ്റെടുത്ത് മറുപക്ഷത്തിന് കൊടുക്കുമ്പോൾ സർക്കാരിന് അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. ക്രമസമാധാന പ്രശ്നം ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള വാദമൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയർത്തിയിരുന്നു. എന്തായാലും ഈ വിഷയം അപ്പോൾ ഇതാണ് സംഭവിച്ചത്. മലങ്കര സഭയ്ക്ക് 2017 വിധി അനുസരിച്ച് ലഭിച്ച ഈ വലിയ അവകാശം, അതായത് സഹോദരി സഭയെ പെരുവഴിയിൽ തള്ളിയിട്ട് അവർക്ക് ഒരു കാലം നിൽക്കാൻ പോലും സാവകാശം ലഭിക്കാത്ത വിധത്തിൽ അവരെ ചവിട്ടി മെതിച്ച്, പന്നിയുടെ മുമ്പിലിട്ട മുത്തിനെ ചവിട്ടി മെതിക്കുന്നത് പോലെ അവരെ ഞങ്ങൾ ചവിട്ടി മെതിച്ചില്ലാതാക്കാനുള്ള അവകാശം കർത്താവായ യേശു ക്രിസ്തു തോമാസ് ശ്ലീഹായുടെ കുന്തം മൂലം ഞങ്ങൾക്ക് നൽകി. അത് സംരക്ഷിക്കാനായിട്ട് ഏത് അറ്റം വരെയും പോകും എന്ന് പറഞ്ഞ ഈ പരിശുദ്ധ തൃതീയൻ ഇനി എന്ത് ചെയ്യും? അദ്ദേഹം അറ്റം വരെ പോകും എന്നാണ്
ന്യായമായും നാം പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ കോടതി പോലും പറയുന്നത് ഈ ക്രിസ്ത്യാനികളെ കൊണ്ട് കേരളത്തിലെ ക്രമസമാധാന നിലവാരം പോലും താണുപോകുന്നു. ലോ ആൻഡ് ഓർഡർ. കേരളത്തിലെ ചില സഭകൾ ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിന്റെ തലവേദനയാണ്. ഇപ്പൊ വേറൊരു കൂട്ടര് എറണാകുളത്തുണ്ട്, എറണാകുളം അങ്കമാലി. അവിടെ ആരാധന നടത്തണമെങ്കിൽ പോലീസ് വന്ന് മെത്രാനെ മറ്റുള്ളവരിൽ നിന്ന് സംരക്ഷിക്കണം. ഈ കോമാളിത്തരം, ഇതാണ് യേശു നൽകിയ അവകാശം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് യേശുവിൻ്റെ കഷ്ടാനുഭവത്തെയും ആത്മീകമായ അച്ചടക്കത്തെയും പരിശുദ്ധമായ ലക്ഷ്യബോധത്തെയും ഒക്കെ ഓർക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് ആത്മീയ വർധന വരുത്തുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ മതകോമാളികൾ, അവർ കാട്ടിക്കൂട്ടുന്ന ഈ മർക്കട എന്താണ് പറയുന്നത് അഭ്യാസങ്ങൾ കണ്ട് മടുത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ കഴുത്തിൽ വെക്കേണ്ട സെർവിക്കൽ കോളർ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധ ബാവ അങ്ങനെയുള്ള ബാക്കിയുള്ള മെത്രാന്മാർ, തിരുമേനിമാർ, അവരെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. അവരെപ്പോഴും തല മൂടിയേ നടക്കത്തുള്ളൂ. നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കും. ഇതാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഇപ്രകാരമുള്ള വേഷഭൂഷാദികൾ ഇടുന്നവൻ വിശുദ്ധനാണ്, പരമവിശുദ്ധനാണ്, ശ്രേഷ്ഠനാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എനിക്ക് എൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവനും വിറ്റ്, എൻ്റെയും എൻ്റെ ചാർച്ചയിൽപ്പെട്ട എല്ലാവരുടെയും സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവനും വിറ്റാലും ഇത്രയും വേഷഭൂഷാദികൾ സംഘടിപ്പിക്കാൻ യാതൊരു മാർഗവുമില്ല. എന്നെ കൊണ്ട് ആകപ്പാടെ ഒക്കുന്നത് ഇതാണ്. ഇതിന് 120 രൂപ വിലയാണ്. ഇവിടെ കെട്ടേണ്ടത് ഞാൻ തലയിൽ വെച്ചു. അതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഗമ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ മെത്രാന്മാർ തല മൂടിക്കണം നടക്കുന്നത്? സാധാരണ പണ്ടൊക്കെ വളരെ ഓർത്തഡോക്സ് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന സമൂഹങ്ങളിൽ സ്ത്രീകൾ എപ്പോഴും തല മൂടിയേ നടക്കാവൂ എന്ന്, അത് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ അതിനെ പറ്റിയുള്ള വിവാദങ്ങൾ. കാരണം സ്ത്രീകൾ അവിടെ തല വലിയ കാണിച്ചു നടക്കുന്ന അത്ര പറ്റിയ കാര്യമല്ല എന്നൊരു ചിന്തയാണ്. അപ്പോൾ ഈ മെത്രാന്മാർ നമ്മുടെ ഇടയിലെ പെണ്ണുങ്ങളാണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തിനാണ് ഈ വലിയ എവറസ്റ്റ് പോലെയുള്ള തൊപ്പി വെച്ചോണ്ട് നടക്കുക? എന്തിനാണ് ഒരു സ്ത്രീ പോലും ഇടാത്ത വിധത്തിലുള്ള ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക? ഇത് യേശു പറഞ്ഞിട്ടാണോ? നിങ്ങൾ കേട്ടതാണ് അദ്ദേഹം പറയുന്നത്. പരിശുദ്ധ സഭയ്ക്ക് യേശു നൽകിയ അവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കും. എടോ കോമാളി, യേശു ഏത് അവകാശമാണ് നിനക്ക് നൽകിയത്? നീ ഏത് യേശുവിൻ്റെ കാര്യമാണ് പറയുന്നത്? ബാക്കിയുള്ളവർ പൊട്ടന്മാരെന്നാണ് എൻ്റെ വിചാരം. ഈ നാട്ടിലെ അക്രൈസ്തവരായ ആളുകൾക്ക് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹവും ബഹുമാനവും തനിക്കുണ്ടോ? കോമാളി, സങ്കടം പറയാതിരിക്കാൻ വയ്യ. ആരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈ ജൽപ്പിക്കുന്നത്? പിന്നെ നിങ്ങൾ കണ്ടതാണ് യാക്കോബ സഭയിലെ ഒരു മാന്യൻ എല്ലാവരുടെയും നെറ്റി മുട്ടിച്ചുകൊണ്ട് നടക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ആരെങ്കിലും ചോദിച്ചിട്ടാണോ നെറ്റി വന്ന് മുട്ടുന്നത്? ഒരിക്കൽ ഞാൻ എറണാകുളത്ത് ഓർത്തഡോക്സ് സഭയിലെ ഒരു തിരുമേനിയുടെ 70ാം ജന്മദിന ആഘോഷം, രാജകീയമായ ആഘോഷം. അവിടെ ഞാൻ ചെല്ലണമെന്ന് വളരെ ഹേമിച്ചത് കൊണ്ട് മാത്രം ഞാൻ ചെന്നൊരു മൂലയ്ക്ക് നിന്നു. വലിയ വലിയ ആളുകൾ വന്ന് അങ്ങ് മറിയുകയാണ്. പിന്നെ ഒരു മൂലയ്ക്ക് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അന്നത്തെ ബാവ തിരുമേനി വന്നു. മാത്യു തൃതീയനല്ല, അതിന് മുമ്പിലുണ്ടായിരുന്ന ഒരു വിദ്വാൻ വന്നു. അത് ഓടി വന്ന് എൻ്റെ നെറ്റിക്കൊരു ഒറ്റ കോട്ട് കയ്യിലിരിക്കുന്ന സ്വർണ്ണക്കുച്ചിക്കൊണ്ട് ടക്ക് ഒരടി അടിച്ചിട്ട് പോക്ക് പോയി. അടിച്ചത് എന്തിനാണെന്നോ ഞാൻ ആരാണെന്നോ അവരുടെ ഉദ്ദേശം ഒന്നും അദ്ദേഹത്തിന്റെ അവകാശമാണ് കാണുന്നവരുടെ ഒക്കെ നെറ്റിക്ക് ഒരു പൊട്ട്. ഇതൊക്കെ അർത്ഥം എന്താണെന്ന് ഞാൻ
എനിക്ക് ആകുന്നതൊക്കെ അന്വേഷിച്ച് ഞാൻ ശാസ്ത്രത്തിൽ കൂടെ അന്വേഷിച്ചു, ഫിലോസഫിയിൽ കൂടെ അന്വേഷിച്ചു, ചരിത്രത്തിൽ കൂടെ അന്വേഷിച്ചു, വേദപുസ്തകത്തിൽ കൂടെ അന്വേഷിച്ചു, കവിതയിലും ഗദ്യത്തിലും കൂടെ അന്വേഷിച്ചു, കഥകളിൽ കൂടെ അന്വേഷിച്ചു. എനിക്കൊരു പിടിയും കിട്ടും. യേശു ഇങ്ങനെ ചെയ്തായിട്ട് യാതൊരു തെളിവുമില്ല. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഇടത്താണ് മറ്റുള്ളവന്റെ തട്ടിപ്പറിച്ചെങ്കിൽ എനിക്ക് എൻ്റെ ചന്തി വെക്കാനൊക്കത്തുള്ളൂ എന്ന് പറയുന്ന ഈ കോമാളികൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ നാടകം കളിക്കുന്നു. ഇത് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ മാത്രമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ ശാപമാണ്. ഈ പെരിഞ്ചാഴികൾ വിട്ടുപോകാത്തിടത്തോളം കാലം ബാക്കിയുള്ളവർക്ക് സമാധാനമായി അന്തസ്സോടെ ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. ഈ കുരങ്ങന്മാരുടെ പുറകെ പോകുന്നവർ ശപിക്കപ്പെട്ട മുണ്ണകളാണ്. അത് തിരിച്ചറിഞ്ഞേ മതിയാകെയുള്ളൂ. ഇത് യേശുവുമായി എന്തെങ്കിലും മലബന്ധം പോലും ഉണ്ടെന്ന് പറയുന്നവർ യേശുവിനെ ക്രൂശീകരിക്കുന്നതിനേക്കാൾ വലിയ അപരാധമാണ് ചെയ്യുന്നത്. ഈ വർഗം ശപിക്കപ്പെട്ട വർഗമാണ്. ഇവരെ അനുഗമിക്കുന്നവർ തലമുറ തലമുറയായി കുഴിയിൽ വീഴും. ഞാൻ 7 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ന്യായമില്ലാതെ അവരുടേതായ വിധത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് പ്രാപിച്ച ഈ വിധിയില്ലേ, ഈ വിധി നടപ്പാക്കി യാക്കോബ സഭയുടെ സ്വത്ത് മുഴുവനും പിടിച്ചുപറിച്ച് അതുകൊണ്ട് പള്ളു വെറുപ്പിച്ചിരിക്കാനാണ് ഓർത്തഡോക്സ് സഭ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെങ്കിൽ ഈ സഭ കേരളത്തിൻ്റെ മണ്ണിൽ പട്ടുപോകും. യാതൊരു സംശയവും എനിക്കില്ല. കാരണം ഞാൻ അറിയുന്ന, ഞാൻ വിശ്വസിക്കുന്ന ദൈവം നീതിമാനാണ്. ആ ദൈവത്തിൻ്റെ പേരിൽ അനീതിയും അക്രമവും പിടിച്ചുപറിയും നടത്തുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ഈ പെരിഞ്ചാഴികളെ നശിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോകും. അത് ക്രിസ്തീയമായ പ്രാർത്ഥനയല്ല എന്ന് എനിക്കറിയാം, എന്നാലും പ്രാർത്ഥിച്ചു പോകും. ഇതൊക്കെ കൊണ്ട് സഹിക്കാൻ കഴിഞ്ഞിട്ടാണ് സഹോദരികളെ ഞാൻ ഈ കോപ്രായത്തിൽ നിന്ന് വെളിയിലോട്ട് വന്നത്. മനുഷ്യനായി ജീവിക്കാനുള്ള അവകാശം പ്രാപിക്കാൻ വേണ്ടിയാണ്. കുരങ്ങ് കളിച്ച് മടുത്തിട്ടാണ്. പക്ഷെ അതിൽ കൂടെയാണ് സ്വർഗത്തിൽ പോകുന്നത്, മറ്റൊരു മാർഗമല്ല എന്ന് വിശ്വസിക്കുന്ന ഈ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഓർത്തിട്ട് കരഞ്ഞു പോകുകയാണ് ഞാൻ. ദൈവമേ, ഈ ജനത്തിന്റെ കണ്ണ് എപ്പോൾ നീ തുറക്കും? കുരുടന്മാരുടെ കണ്ണ് തുറക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യ ശുശ്രൂഷ ആരംഭിച്ച നസ്രയനായ യേശുവേ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഈ വർഗത്തിന്റെ കണ്ണ് നീ എന്ന് തുറക്കും? നമസ്കാരം.